അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാരമായ നിഅമത്ത് കൊണ്ട് പോരിശയാക്കപ്പെട്ട പരിശുദ്ധ റമദാനിലേക്ക് നമുക്ക് വലിയ ആദരവോടെ നമുക്ക് സ്വീകാര്യത നൽകുമെന്ന പ്രതീക്ഷയിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുന്ന ഒരു പരിശുദ്ധ രാവാണ്. പിറ കണ്ടു എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടാൽ ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന രാവ് റമദാന്റെ ആദ്യത്തെ രാവാകും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാനിന്റെ എല്ലാ പോരിശയും കിട്ടാൻ തറാവിയഹും നമ്മുടെ നോമ്പും ഖുർആനോത്തും സ്വതക്കയും നോമ്പ് തുറക്കലും തുറപ്പിക്കലും അത്താഴം കഴിക്കലും എല്ലാ നന്മകളും ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അള്ളാന്റെ സഹായം കിട്ടാൻ, രോഗം വന്ന അമല് നോമ്പൊക്കെ മുടങ്ങി പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്ത് ഇന്നത്തെ രാത്രിയിൽ ആദ്യരാവാണെങ്കിൽ ചെയ്യേണ്ട ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞിട്ട് ആ പരിശുദ്ധമായ ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ നഫ്സിനോടും പറയാണ്, ആദ്യമായിട്ട് പിറ കണ്ടു എന്ന് വിവരം കിട്ടിയാൽ ഉടൻ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു അക്ബർ, اللهم هله علينا بالأمن والإيمان والسلامة والإسلام والعافية والمحللة والرزق الحسن ودفاع الأسقام والعون على الصلاة والصيام وتلاوة القرآن. اللهم سلمنا لرمضان وسلمه منا حتى ينقضي قد غفرت لنا ورحمتنا ورحمتنا وعفوت عنا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിക്റ് കൊണ്ട് ദുആ കൊണ്ട് ഈ റമദാനിന്റെ എല്ലാ ബറക്കത്തും കൊടുക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അതിനോട് ചേർത്തി നമ്മൾ പറയേണ്ടത് 3 വട്ടം പറയണം എല്ലാവരും മനസ്സറിഞ്ഞ്. അമൻതു ബില്ലാഹില്ലദീ ഖലഖക്, അമൻതു ബില്ലാഹില്ലദീ ഖലഖക്, അമൻതു ബില്ലാഹില്ലദീ ഖലഖക്. അതേപോലെ 1 വട്ടം പറയേണ്ട ദുആ നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശ്ശഹരി ശഅബാൻ വജാഅ ബിശ്ശഹരി റമളാൻ. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പിറ കണ്ട് പരിശുദ്ധ റമളാന്റെ ആദ്യത്തെ രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ നമ്മൾ അടുത്ത സുന്നത്തായി പാരായണം ചെയ്യേണ്ട സൂറത്തുൽ മുൽക്കാണ്. അത് മനോഹരമായിട്ട് അൽഹംദുലില്ലാ നമുക്ക് പാരായണം ചെയ്യാം. മനസ്സറിഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ചേരുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. فاعترفوا بذنبهم فسحقا لأصحاب السعير.
إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين الله رب العالمين ഇനി അൽഹംദുലില്ലാ നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം കഴിഞ്ഞതിന് ശേഷം മഹാന്മാർ പറഞ്ഞിട്ടുള്ള ദുആയാണ്. നമ്മുടെ എന്ത് മുറാദ്, നമ്മുടെ മുറാദ് നമ്മുടെ കൽബിൽ കൊണ്ടുവരിക. ഓരോരുത്തർക്കും ഓരോ മുറാദ് ഉണ്ടല്ലോ, ആ മുറാദ് കൽബിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ ദുആ എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ഏറ്റു പറയാം. അല്ലാഹുമ്മ യാ അല്ലാഹു യാ സുബ്ഹാൻ യാ ദയ്യാൻ ബിഹാദിഹി അസ്മാഇകൽ ഇളാം أن تغفر لي ذنبي وتقضي لي حاجتي بحرمة سورة الملك الكريم
തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം കൊടുത്ത് സെലക്ഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിശുദ്ധ ക്രമമാണ് സൂറത്തുൽ ഫത്ഹിന്റെ പാരായണം. ജീവിതത്തിൽ ഫത്ഹ് വേണോ? കുടുംബത്തിൽ, ജോലിയിൽ, മക്കളിൽ, പഠനത്തിൽ, കച്ചവടത്തിൽ, ഇടപാടിൽ എല്ലാം ഫത്ഹ്, വിജയം. അത് ആഗ്രഹമുള്ളവർക്ക് ഇന്ന് പ്രത്യേകം പാരായണം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സൂറത്തുൽ ഫത്ഹ്. അത് നമുക്ക് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് നമ്മുടെ കൂടെ തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا ولله ملك السماوات والأرض
يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا قل للمخلفين من الأعراب ستدعون إلى قوم أولي بأس شديد تقاتلونهم أو يسلمون فإن تطيعوا يؤتكم الله أجرا حسنا وإن تتولوا كما توليتم من قبل يعذبكم عذابا أليما ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتولى يعذبه عذابا أليما لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا ومغانم كثيرة يأخذونها فكان الله عزيزا حكيما وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكونوا آية للمؤمنين ويهديكم صراطا مستقيما وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم مغرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى فكانوا أحق بها وأهلها وكان الله بكل شيء عليما
لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله والذين معه وشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما صدق الله مولانا العظيم അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ രാവ് മുതൽ 30-ാമത്തെ, അതായത് റമദാൻ മുഴുവനുമായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുആയാണ്. ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഏകദേശ ശൈലി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് റമദാൻ അനുകൂലമായി കിട്ടാനാണ്, പ്രതികൂലമായി റമദാൻ വരാതിരിക്കാനാണ്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ وجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാൻ മാസം അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണം, പ്രതികൂലമാക്കല്ലേ അല്ലാ. റമദാനിന്റെ ശഫാഅത്തോടെ, റെക്കമെൻഡേഷനോടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെയും മാതാപിതാക്കളുടെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവരുടെയും, നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുടെയും മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നരകത്തിൽ നീ കാത്തോളണേ പടച്ചവനെ എന്ന് പറയുന്ന ദുആയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇനി റമദാനിന്റെ ആദ്യത്തെ 10-ൽ സ്പെഷ്യലായി നമ്മൾ ചെയ്യേണ്ട ദുആയാണ് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمنا برحمتك يا أرحم الراحمين تقبل الله آمين يا رب العالمين. അല്ലാഹു സ്വീകരിക്കട്ടെ. റമദാനിൽ 30 ദിവസവും ആക്റ്റീവായി മുഅ്മിനീങ്ങളുടെ നാവിലൂടെ പള്ളികളിലൊക്കെ ആരവം മുടങ്ങുന്ന പോലെ കേൾക്കുന്ന ദിക്ർ അല്ലാഹ്ക്ക് അതിൽ 2 എണ്ണം വല്ലാത്ത ഇഷ്ടമാണ്. 2 വാക്ക് അല്ലാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. 2 എണ്ണം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. അങ്ങനെ 4 ദിക്റുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ.
ഇനി അൽഹംദുലില്ലാ നമുക്ക് ഓതാനുള്ളത് ആദ്യ റമദാൻ ആദ്യത്തെ ദിവസത്തിൽ സ്പെഷ്യൽ ദുആ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതെന്തിനാ? ഈ പരിശുദ്ധമായ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള നോമ്പുകളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട നോമ്പാകാൻ, തറാവീഹ് നിസ്കാരം അള്ളാഹു കബൂലാക്കാൻ, അതിന് സ്പെഷ്യൽ അള്ളാഹു ഭാഗ്യം നൽകാൻ, നമുക്കൊരു ഉഷാറ് ആക്റ്റീവ് ആകാനുള്ള ഒരു കഴിവ് കിട്ടാൻ ഈ ദുആ മസ്റ്റാണ്. ഒരു വട്ടം നമ്മളൊന്ന് പറയണം. ഒന്നിച്ചെന്റെ കൂടെ എല്ലാവരും അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമ സ്വായിമീൻ വഖിയാമി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹ്നി അൻ നൗമത്തിൽ ഗാഫിലീൻ യാ ഇലാഹൽ ആലമീൻ വയാ ഖൈറൻ നാസിരീൻ. തഖബ്ബൽ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇന്നത്തെ രാവിൽ പിറ കണ്ടാൽ ഫസ്റ്റ് തറാവീഹ് ഉണ്ടാവുമല്ലോ. ആ തറാവീഹ് ഒറ്റക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ കഴിയുന്നത് നമ്മൾക്കൊണ്ട് സുഖമില്ല, കിടക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ നിൽക്കാൻ പറ്റൂല, ഇരുന്നിട്ടാണ്, എങ്കിൽ പോലും 2 റക്അത്തെങ്കിലും ഇന്നത്തെ തറാവീഹിൽ നമ്മളൊക്കെ പങ്കാളിയാകണം. തറാവീഹ് ഇന്ന് 20 റക്അത്ത് പൂർണ്ണമായി നിസ്കരിക്കുമ്പോൾ കയൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുത്ത അതേ അവസ്ഥയിൽ ആ കുഞ്ഞിനെ പോലെ പാപശുദ്ധയാകും. വലിയ സൗഭാഗ്യമാണ്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞ കൂലിയ അത് ഇവിടെ കിട്ടും ഇന്നത്തെ തറാവീഹ് കൊണ്ട്. ഇന്ന് പിറ കണ്ട് തറാവീഹ് ഉണ്ടെങ്കിൽ മുടങ്ങാതെ നോക്കണം. ആ തറാവീഹിന് അത്ര വലിയ കൂലിയ. അൽഹംദുലില്ലാ. ഇനി ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് നോമ്പിന്റെ നിയ്യത്ത്. പറഞ്ഞിരുന്നല്ലോ, ഇന്ന് നോമ്പിന്റെ നിയ്യത്ത് കോമൺ ആയിട്ട് വെക്കൽ പ്രത്യേക സുന്നത്താണ്. അത് പരിഗണിക്കണമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, കിതാബിലൊക്കെ കാണാം. അതെന്താ? അല്ലാഹുവേ പടച്ചവനെ, ഇക്കൊല്ലത്തെ റമദാനിന്റെ ഫറലായ മുഴുവൻ നോമ്പുകളും അനുഷ്ഠിക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അല്ലാഹ്. ഇത് നാവുകൊണ്ട് പറഞ്ഞിട്ട് പറ്റൂല, മനസ്സുകൊണ്ട് പറയണം. അതിൽ നാവ് ഒരു ബലം നൽകും. ഇക്കൊല്ലത്തെ ഫറലായ റമദാനിന്റെ 30 നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അല്ലാഹ്. എല്ലാവരും വെച്ചില്ലേ? അൽഹംദുലില്ലാ. നോമ്പിന്റെ ബൈ ചാൻസ് മറന്നുപോയാലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇന്നത്തെ, അതായത് നാളത്തെ, ഇന്ന് പിറ കണ്ട് ആദ്യ രാവാണെങ്കിൽ നാളത്തെ നോമ്പിന്റെ നിയ്യത്ത് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. എല്ലാവരും എൻ്റെ കൂടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതി. അൽഹംദുലില്ലാ. തഖബ്ബലല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നമ്മുടെ എല്ലാ അമലുകളുടെയും സ്വീകാര്യതയുടെ സീൽ വെക്കൽ അത് സ്വലാത്ത് കൊണ്ടാണ്. ഒരു ദുആ ചെയ്താൽ തന്നെ സ്വീകരിക്കണമെങ്കിൽ സ്വലാത്ത് കൊണ്ട് സീൽ വെക്കണം. ലാസ്റ്റ് സ്വലാത്ത് വേണമല്ലോ. അതിന്റെ മര്യാദയാണ്, അദബാണ്, സുന്നത്താണ്. അപ്പോ നമ്മുടെ ഈ മജ്ലിസും ഇന്നത്തെ രാവും എല്ലാം കബൂലാകാൻ വേണ്ടി സ്വലാത്ത്, ബറക്കത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് അതിൽ പ്രഗത്ഭമായ സ്വലാത്ത്, മഹാന്മാർ ഇജാസത്തോടുകൂടെ കൈമാറുന്ന സ്വലാത്ത് നമുക്കൊന്ന് ബറക്കത്തിന് വേണ്ടി അല്പം ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ والآل والأصحاب سلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അൽഹംദുലില്ലാ. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണത്തിന് മുമ്പ് കാണാൻ ആഗ്രഹിക്കുന്നവർ, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ ഈ റഹ്മത്തിന്റെ പത്തിൽ ഏറ്റവും സഹായം നൽകുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് പരസ്പര സ്നേഹമുണ്ടാക്കുന്ന സ്വലാത്താണ്. ജീവിതം നല്ല സന്തോഷമാകും സ്വലാത്ത് ചെല്ലുന്നവർ. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ നല്ല ഐക്യവും ബന്ധം ഉണ്ടാകും. കുടുംബക്കാർ തമ്മിൽ, അയൽവക്കം തമ്മിൽ നല്ല ഐക്യവും ബന്ധം ഉണ്ടാകും. ഈ സ്വലാത്തിന് വല്ലാത്ത പവറാണ്. ആ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം.
സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലി അലാ ജമീഅൽ അംബിയാൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ദുആ ചെയ്യാനാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ രാവാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം പ്രത്യേകം ഉണ്ടാകും നമ്മളുടെ നേരെ. ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. റഹ്മത്തിന്റെ മലക്കുകൾ പരിശുദ്ധ റമദാനിന്റെ ആദ്യ രാവിൽ ഇറങ്ങി വരാൻ പോവാണ്. പ്രത്യേകിച്ച് തറാവീഹിന് വേണ്ടി പ്രത്യേക സ്പെഷ്യൽ ഹലീറത്തുൽ ഖുദ്സിൽ നിന്ന് മലക്കുകൾ ഇറങ്ങാൻ പോവാണ്. അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ മുഅ്മിനീങ്ങളുടെ ഏറ്റവും പരിശുദ്ധരായ വിശ്വാസികളുടെ മനോഹരമായ സാന്നിധ്യത്തിൽ ഒരുപാട് രോഗികൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുള്ള കടങ്ങളുള്ളവരുണ്ട്. അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. അതായത് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് അള്ളാഹു പരീക്ഷിക്കുള്ളൂ. ഇഷ്ടമില്ലാത്തവർക്ക് അള്ളാഹു അദാബല്ലേ കൊടുക്കുക, പരീക്ഷണമല്ലല്ലോ. മുഅ്മിനീങ്ങൾക്കാണ് പരീക്ഷണം, ഈമാനുള്ളവർക്ക് പരീക്ഷണമാണ്. അപ്പോ അള്ളാഹുവിന്റെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ പലതുണ്ട്. അപ്പൊ അവരൊക്കെ ആമീൻ പറയുമ്പോൾ എഫക്റ്റ് കൂടും നമ്മുടെ ദുആക്ക്. മനസ്സറിഞ്ഞ് കൽബറിഞ്ഞെല്ലാവരും ദുആ ചെയ്യണം, ആമീൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ പരിശുദ്ധരാവിൽ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങളുടെ ചൊല്ലൽ, ചൊല്ലിപ്പിക്കൽ, കൂടെ പറയൽ, പാടൽ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാറ്റിനെയും സവാബ്, എല്ലാറ്റിനെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് എത്തിക്കണേ അല്ലാ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈറുൽ മസ്ലാഹിന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ അൻവാർ ഇഫദിന്റെ കുടുംബത്തിലുള്ള എല്ലാ ഉമ്മ ഉപ്പമാർക്കും, ജീവിച്ചിരിക്കുന്നവർക്ക്, മരിച്ചുപോയവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളെ നോമ്പ് തുറപ്പിക്കുന്നവർ എല്ലാവർക്കും നീ കൂലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലത്തിൽ എല്ലാവർക്കും ഇതിന്റെ സവാബ് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ കാന്നവന്മാർക്ക് ഇതിന്റെ കൂലി സവാബാക്കണേ അല്ലാ. അല്ലാഹുവേ, റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഈ പരിശുദ്ധമായ റമദാനിന്റെ ഈ ആദ്യ രാവിൽ അല്ലാഹുവേ, ഇന്ന് ഒന്നാമത്തെ രാവാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഒന്നാമത്തെ രാവിൽ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നോമ്പിനുള്ള, നിസ്കാരത്തിനുള്ള, ഖുർആനോത്തിലുള്ള ആഫിയത്ത്, ആരോഗ്യം നൽകണേ അല്ലാ. രോഗിയായി ഒരു അമൽ പോലും മുടങ്ങേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. നോമ്പ് തുറപ്പിക്കുന്നതിന്റെ ഭാഗമായി അല്ലാഹുവേ, നിസ്കാരം പോകുന്ന, തറാവീഹ് മുടങ്ങി പോകുന്ന അല്ലാഹുവേ, ഒരു അബദ്ധത്തിലും ഞങ്ങളാരെയും പെടുത്തല്ലേ അല്ലാ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് മുറാദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാഹുവേ. നേരത്തെ പറഞ്ഞവരുണ്ട്, പറയാനുള്ളവരുണ്ട്. എല്ലാ മുറാദും ഹാസിലാക്കണേ അല്ലാ. രോഗികളെമ്പാടുമുണ്ട്, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നോമ്പ് പിടിക്കാൻ വേണ്ടിയിരിക്കുമ്പോ, ഞങ്ങൾ തറാവീഹിന് തയ്യാറാകുമ്പോ ഒന്നും മിണ്ടാതെ മയ്യിത്ത് പോലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന, ഓക്സിജന്റെ സഹായത്തോടെ ശ്വാസമെടുക്കുന്ന, മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന അല്ലാഹുവേ, കയ്യനക്കാൻ പറ്റാതെ, കാലനക്കാൻ പറ്റാതെ ഡെഡ് ബോഡി പോലെ കിടക്കുന്ന എത്ര പേരാണ്. എത്രയോ കൗമാരക്കാരായ മക്കളാണ്. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മാഫിയായ അല്ലാ, രോഗം മാറ്റണേ അല്ലാ. കിടന്ന കിടപ്പിൽ ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, ഇരുന്ന ഇരിപ്പിൽ ചാരിയിരുന്ന് കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നോമ്പ് പിടിക്കാൻ പോലും പറ്റാത്ത പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്. അല്ലാഹുവേ, തറാവീഹ് നിസ്കരിക്കാൻ പോലും കഴിവില്ലാതെ തകർന്നു പോയവരുണ്ട്. എല്ലാവർക്കും നീ കൂലി കുറക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മുഹബ്ബീങ്ങൾ പല നിലക്കും രോഗികളാണ്.
ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഈമാനിന്റെ അല്ലാഹുവേ നിന്റെ ശിഫയിന്റെ പ്രതീക്ഷയോടെ അവർ കഴിയുകയാണ്. എത്രയോ ആളുകൾക്കാണ് മനക്കരുത്ത് ഞങ്ങളുടെ സ്വാന്തനത്തിന്റെ വാക്കുകൊണ്ട് കിട്ടിയത്. അല്ലാഹുവേ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അവർക്കും ഞങ്ങൾക്കും കാവൽ നിറകളെ അല്ലാഹുവേ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന മേഖലകൾ അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലത്ത് ഞങ്ങളുടെ ഖിദ്മത്തിന്റെ മഹല്ല് എല്ലാം നീ ബറക്കത്തിലാക്കണേ ഞങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ളവര്, ഞങ്ങളെ സഹായിക്കുന്നവര്, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവര്, വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുള്ളവരടക്കം ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ നീ സഹായിക്കണേ ഈ മനോഹരമായ ഞങ്ങളുടെ ക്ലാസും ഞങ്ങളുടെ മജ്ലിസും അല്ലാഹുവേ കേൾക്കുന്ന മുഅ്മിനീങ്ങൾ ഓരോ ഹർഫ് കേൾക്കുമ്പോഴും അതിന്റെ പിന്നിൽ പണിയെടുക്കുന്നവർക്ക് നീ കൂലി വിതരണം ചെയ്യുമ്പോ പടച്ചവനെ നിന്റെ പ്രവർത്തകർ നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ അല്ലാഹുവേ അതിന്റെ മുഴുവൻ വർക്കൗട്ടുകൾ മുഴുവൻ ഖിദ്മാത്തുകൾ എല്ലാം നീ കബൂൽ ചെയ്ത് കൂലി കൊടുക്കണേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഒരുപാട് കാലം കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവരെ പെട്ടെന്ന് ഞങ്ങൾ മരിച്ചുപോയി മക്കള് അല്ലാഹുവേ മാതാപിതാക്കളില്ലാത്ത അല്ലാഹുവേ പോറ്റാൻ രക്ഷകർത്താക്കളില്ലാത്ത യതീം കുട്ടികളായി അയൽപക്കക്കാരും നാട്ടുകാരും പോറ്റേണ്ട ഗതി ഞങ്ങളുടെ മക്കൾക്ക് നീ തരല്ലേ പടച്ചുപോയ ഞങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് മാതാപിതാക്കള് കൂട്ടുകുടുംബാദികൾ അയൽവാസികള് അല്ലാഹുവേ ഞങ്ങൾക്ക് സന്തോഷങ്ങൾ നേരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ എത്ര ഉമ്മമാരും ഉപ്പമാരാണ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതല്ലോ എത്രയോ നാടുകളിലാണ് ബർക്കത്ത് കൊടുക്കണേ ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ പടച്ചവനെ ഫലസ്തീനിന്റെ ഈമാനുള്ള ആർജവമുള്ള മക്കൾക്ക് റബ്ബേ നീ ഈമാനിന്റെ കരുത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാഹുവേ അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ തൗഫീഖ് നൽകണേ കടങ്ങൾ കൊണ്ട് വേദനിക്കുന്നവർ സാമ്പത്തിക ബാധ്യത ലോണിന്റെ കെണിയിൽപ്പെട്ടു പോയവർ നീ രക്ഷ കൊടുക്കണേ കച്ചവടം ഇടപാട് സ്ഥാപനങ്ങൾ വാഹനങ്ങൾ കുടുംബങ്ങൾ വീട് എല്ലാറ്റും നീ ബറക്കാത്തുകൾ ഖൈറാത്തുകൾ നൽകണേ റമദാൻ കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാർ നിങ്ങളെ പെടുത്തണേ اللهم اجعل هذا السهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار اللهم اجعلنا ممن صام رمضان إيمانا واحتسابا اللهم اجعلنا ممن قام رمضان إيمانا واحتسابا اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഓരോ മജ്ലിസും ഓരോ ക്ലാസും ഒന്നും മുടങ്ങാതെ നോക്കണം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കെടുത്തതുപോലെയല്ല ക്ലാസ് കേട്ടതുപോലെയല്ല ഓരോ കുഞ്ഞു സുന്നത്തുകൾക്കും ഫർള് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെയുള്ള കൂലിയാണ് ഒന്നും മുടങ്ങരുത് ഓർക്കണം പരസ്പരം ചേർക്കണം ദുആകളിൽ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ ഒരുപാട് മജ്ലിസ് ഇതേപോലെ നമുക്ക് ആഫിയത്തോടെ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വാഖിറു കലാമി അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു